41 ദശകത്തിലെ 1-ാമത്തെ ശ്ലോകം. പ്രജേശ്വര ശൗരിവചോ നിശമ്യ സമാവ്രജന്നധ്വനി പീതചേതക നിഷ്പിഷ്ട നിശേഷതരും നിരീക്ഷ്യ കഞ്ചിത് പദാർത്ഥം ശരണം ഗതസ്ത്വാം. വസുദേവര് നന്ദഗോപനോട് പറഞ്ഞിരുന്നു, ഇവിടെയും ഗോകുലത്തിലൊക്കെ എന്തൊക്കെയോ അപശകനങ്ങൾ കാണുന്നുണ്ട്, അതുകൊണ്ട് വേഗം വീട്ടിലേക്ക് പോകൂ എന്ന്. അത് കേട്ടപ്പോൾ തന്നെ നന്ദഗോപന് വിഷമായി, എന്താണാവോ സംഭവിക്കുക. അങ്ങനെ പെട്ടെന്ന് തന്നെ ഗോകുലത്തിലേക്ക് മടങ്ങി. അവിടെ എത്തിയപ്പോൾ നന്ദഗോപൻ കണ്ടത് അസാധാരണമായ എന്തോ ഒരു വസ്തു, വലിയൊരു വസ്തു അവിടെ കിടക്കുന്നത് കണ്ടു. അത് വീണ് കിടക്കുന്ന സ്ഥലത്തെ മരങ്ങളെല്ലാം തന്നെ ചതഞ്ഞരഞ്ഞിരിക്കുന്നു. നേരത്തെ അസ്വസ്ഥമായ മനസ്സ് വീണ്ടും അസ്വസ്ഥമായി ഈ കാഴ്ച കണ്ടു. അതെന്ത് എന്ന് ആരായുന്നതിന് മുമ്പ് തന്നെ നന്ദഗോപരുടെ മനസ്സ് ആപത്ത് നിവാരണത്തിനായി ഭഗവാനെ തന്നെ ശരണം പ്രാപിച്ചു. ആപത്ത് വരുന്നു എന്ന് തോന്നുമ്പോൾ തന്നെ മാതാപിതാക്കളുടെ മനസ്സ് വളരെയധികം ഭയ ചിന്തകളിൽ മുഴുകുകയാണ് ചെയ്യുക. നന്ദഗോപനും മനസ്സിൽ പറഞ്ഞത് ഭഗവാനെ ശരണം പ്രാപിച്ചു. കാരണം തനിക്കും ഒരു ചെറിയ മകനുണ്ട്, ഇപ്പൊ ജനിച്ച മോനുണ്ട് വീട്ടില്, ഒരാപത്തും സംഭവിക്കല്ലേ എന്ന് ഭഗവാനോട് നന്ദഗോപൻ കണമടിഞ്ഞ് പ്രാർത്ഥിച്ചു. വ്രജേശ്വര ശൗരിവചോ നിശമ്യ സമാവ്രജന്നധ്വനി പീതചേത നിഷ്പൃഷ്ട നിശേഷതരും നിരീക്ഷ്യ കഞ്ചിത് പദാർത്ഥം ശരണം ഗതസ്ത്വാം.